ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻ സെറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിലെ 5ാമത്തെ വീഡിയോ ആണിത്. 101ാമത്തെ ക്വസ്റ്റ്യൻ, ഫാബ്രിക്കിലെ പൂർണ്ണത നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ത്രികോണമാകൃതിയിലുള്ള മടിപ്പ് എന്താണ്? ഫാബ്രിക്കിലെ പൂർണ്ണത നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ത്രികോണമാകൃതിയിലെ മടിപ്പ് എന്താണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പൂർണ്ണത നിയന്ത്രിക്കാൻ, അതായത് ഫുൾനെസ് കൺട്രോൾ ചെയ്യാൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താ വരുന്നത്? ഡാർട്സ്. ഡാർട്സ് എന്ന് പറയുന്നത് ഫാബ്രിക്കിൽ ത്രികോണമാകൃതിയിലോ അല്ലെങ്കിൽ ഡയമണ്ട് ആകൃതിയിലോ തുന്നുന്ന ഒരു ഫോൾഡാണ് അല്ലെങ്കിൽ മടിപ്പാണ് ഈ ഡാർട്ട് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വളവുകൾക്കനുസരിച്ച് നമുക്ക് വസ്ത്രത്തിന് ശരിയായ ഷേപ്പ് നൽകാനും ഫുൾനെസ് നിയന്ത്രിക്കാനുമാണ് ഡാർട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ബ്ലൗസ്, ഷർട്ട്, ഫ്രോക്ക്, കുർത്തി തുടങ്ങിയ വസ്ത്രങ്ങളിൽ ബസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഭാഗങ്ങളിൽ ഡാർട്ടുകൾ സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഗ്യാദേഴ്സ്, ഫാബ്രിക്കിനെ ചെറിയ ചുളിവുകളാക്കിയിട്ട് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരിടത്ത് കൂട്ടിച്ചേർത്ത് പൂർണ്ണത നൽകുന്ന രീതിയാണ് ഗ്യാദേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫുൾനെസ് നൽകുന്ന രീതിയാണ്, ഫുൾനെസ് കൺട്രോൾ ചെയ്യുന്ന രീതിയല്ല. ഇനി അടുത്ത ഓപ്ഷൻ പ്ലീറ്റ്സ്, ഫാബ്രിക് മടക്കി ക്രമമായി അറേഞ്ച് ചെയ്ത് തുന്നുന്ന രീതിയാണ്. ഇതും ഡെക്കറേറ്റീവ് പേർപ്പസിനും അതുപോലെ തന്നെ ഫുൾനെസ് കൊടുക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്ലീവ് ആണെങ്കിലോ, ഇത് വസ്ത്രത്തിന്റെ കൈ ഭാഗമാണ്, ഫുൾനെസ് നിയന്ത്രിക്കുന്ന ഭാഗമല്ല. അപ്പൊ എന്താണ് ഫാബ്രിക്കിലെ പൂർണ്ണത നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ത്രികോണമാകൃതിയിലുള്ള മടിപ്പ് എന്താണ് പറയുന്നത്? ഡാർട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 102, പൂർത്തിയായ സ്ലിറ്റ് അല്ലെങ്കിൽ ഫേസ്ഡ് ഓപ്പണിംഗ് എന്താണ് വിളിക്കുന്നത്? പൂർത്തിയായ സ്ലിറ്റ് അഥവാ ഫേസ്ഡ് ഓപ്പണിങ്ങിനെ എന്താണ് വിളിക്കുന്നത്? പ്ലാക്കറ്റ്. പ്ലാക്കറ്റ് എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കാനും അഴിച്ചു മാറ്റാനും സൗകര്യമൊരുക്കുന്നതിനായി തയ്യാറാക്കുന്ന ഫിനിഷ് ചെയ്ത ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്ത്രം ധരിക്കാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും സൗകര്യമൊരുക്കുന്നതിനായിട്ട് തയ്യാറാക്കുന്ന ഫിനിഷ്ഡ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. സാധാരണയായി ഇത് ഫേസിങ്, ബൈൻഡിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുണിക്കഷ്ണം അല്ലെങ്കിൽ പീസ് ഓഫ് ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പ്ലാക്കറ്റിൽ സാധാരണയായിട്ട് ബട്ടൺ ഹോൾ, സിപ്പ്, ഹുക്ക്, വെൽക്രോ തുടങ്ങിയ ഫാസ്റ്റനറുകൾ നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. പ്ലാക്കറ്റിൽ സാധാരണയായിട്ട് ബട്ടൺ ഹോൾ, സിപ്പ്, ഹുക്ക്, വെൽക്രോ തുടങ്ങിയ ഫാസ്റ്റനറുകൾ നമ്മൾ ഘടിപ്പിക്കാറുണ്ട്. ഇനി ഷർട്ട്, കുർത്ത, ബ്ലൗസ്, സ്ലീവ് ഓപ്പണിംഗ്, നെക്ക് ലൈൻ എന്നിവിടങ്ങളിലൊക്കെയാണ് പ്ലാക്കറ്റ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പോക്കറ്റ്, ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ്. ഗാർമെന്റിൽ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബാഗ് പോലെ അല്ലെങ്കിൽ പൗച്ച് പോലെയുള്ളൊരു ഭാഗമാണ് പോക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഓപ്പണിംഗ് അല്ല. സീംസ് എന്ന് പറയുന്നത് എന്താണ്? 2 തുണിക്കഷ്ണങ്ങളെ തമ്മിൽ ചേർക്കുന്ന തുന്നലാണ് അല്ലെങ്കിൽ ജോയിനിങ് ആണ് അല്ലേ? ഇതും ഓപ്പണിംഗ് അല്ല. ഇനി ഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക് മടക്കുന്നതിനെയാണ് നമ്മൾ ഫോൾഡ് എന്ന് പറയുന്നത്. എന്താണ്? പൂർത്തിയായ സ്ലിറ്റ് അല്ലെങ്കിൽ ഫേസ്ഡ് ഓപ്പണിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്ലാക്കറ്റ്. 103ാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ ദിശയിൽ ഗ്രൂപ്പ് ചെയ്ത് ക്രമീകരിച്ച പ്ലീറ്റുകൾ ഏതാണ്? ഒരേ ദിശയിൽ ഗ്രൂപ്പ് ചെയ്ത് ക്രമീകരിച്ച പ്ലീറ്റുകൾ എന്താണ്? നൈഫ് പ്ലീറ്റുകളാണ്. നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത് എല്ലാ പ്ലീറ്റുകളും ഒരേ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരേ ദിശയിലേക്ക് മടക്കിയിരിക്കുന്ന പ്ലീറ്റുകളാണ് നമ്മൾ നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഓരോ മടിപ്പും അടുത്ത മടിപ്പിന് മുകളിൽ ഒരേ ദിശയിൽ വരുന്നതിനാൽ വളരെ വൃത്തിയുള്ളതും അറേഞ്ച്ഡ് ആയിട്ടുള്ള ക്രമത്തിലുള്ളതുമായ രൂപമാണ് നമുക്ക് നൈഫ് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ? സ്കൂൾ യൂണിഫോം, സ്കേർട്ട്, ഫാഷൻ സ്കേർട്ടുകൾ, ഡ്രസ്സുകൾ എന്നിവയിൽ നമ്മൾ നൈഫ് പ്ലീറ്റ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത് 2 നൈഫ് പ്ലീറ്റുകൾ പരസ്പരം നേർക്കുനേർ മടക്കി നടുവിൽ ചേരുന്നതാണ് ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത്. മടിപ്പുകൾ 2 വശത്തേക്കും ഇങ്ങനെ തുറക്കുന്ന രീതിയിലാണ്. അതായത് 2 നൈഫ് പ്ലീറ്റുകൾ ഓപ്പോസിറ്റ് ആയിട്ട് പരസ്പരം നേർക്കുനേർ മടക്കി നടുവിൽ ചേരുന്നതാണ് ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത്. അക്കോർഡിയൻ പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഹാർമോണിയം പോലെ മുന്നോട്ടും പിന്നോട്ടും തുടർച്ചയായി മടക്കിയിരിക്കുന്ന ചെറിയ പ്ലീറ്റുകളെയാണ് നമ്മൾ അക്കോർഡിയൻ പ്ലീറ്റ്സ് എന്ന് പറയുന്നത്. സൺബേഴ്സ്റ്റ് പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഇടുങ്ങിയതും താഴേക്ക് പോകുമ്പോൾ വീതി കൂടുന്നതുമായ പ്ലീറ്റ് ആണ്. നമ്മൾ ഈ സൂര്യകിരണങ്ങൾ പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ റേസ് പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് അതിനെ സൺബേഴ്സ്റ്റ് പ്ലീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ഒരേ ദിശയിൽ ഗ്രൂപ്പ് ചെയ്ത് ക്രമീകരിച്ച പ്ലീറ്റുകൾ ഏതാണ്? നൈഫ് പ്ലീറ്റ്. 104ാമത്തെ ക്വസ്റ്റ്യൻ,
ജെൻസ് വസ്ത്രങ്ങളിൽ പ്ലാക്കറ്റ് എങ്ങനെ ലാപ്പ് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സെറ്റിൽ ഉണ്ടായിരുന്നു ലേഡീസ് വസ്ത്രങ്ങൾ എങ്ങനെയാണ് പ്ലാക്കറ്റ് ഉണ്ടാവുക എന്നല്ലേ. ഇത് ജെൻസ് വസ്ത്രങ്ങൾ, ലേഡീസ് വസ്ത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? റൈറ്റ് ഓവർ ലെഫ്റ്റും. ജെൻസ് വസ്ത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? ലെഫ്റ്റ് ഓവർ റൈറ്റും. അത് മാറിപ്പോവാതെ നോക്കണം. ജെൻസ് വസ്ത്രങ്ങളിൽ പ്രത്യേകിച്ച് ഷർട്ടുകളിൽ ഇടതുഭാഗം ലെഫ്റ്റ് ഫ്രണ്ട് വലതുഭാഗത്തിന് മുകളിലായിരിക്കും ലാപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ലെഫ്റ്റ് ഓവർ റൈറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ഭാഗത്തിന്റെ മേലെയാണ് ലെഫ്റ്റ് വരുന്നത്, ലെഫ്റ്റ് ഓവർ റൈറ്റ്. അതുകൊണ്ടാണ് ബട്ടൺ ഹോളുകളിൽ ഇടത് ഫ്രണ്ടിലും ബട്ടണുകൾ വലത് ഫ്രണ്ടിലും വരുന്നത്. ബട്ടൺ ഹോളുകൾ എവിടെയാണ്? ഇടത് ഭാഗത്ത് ഫ്രണ്ടിലും ബട്ടണുകൾ വലതു ഭാഗത്ത് ഫ്രണ്ടിലും. അപ്പൊ ബട്ടൺ അടിയിലും ബട്ടൺ ഹോൾ മേലെയുമാണല്ലേ, എന്നിട്ടല്ലേ ബട്ടൺ ഇടുന്നത്. സോ അങ്ങനെ ഓർത്താൽ മതി. ലെഫ്റ്റ് ഓവർ റൈറ്റ് ആണ് ജെൻസ് ഗാർമെന്റ് വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് അറിയാം. റൈറ്റ് ഓവർ ലെഫ്റ്റ് എന്നാണ് ഇത് ലേഡീസ് വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. റൈറ്റ് സൈഡ് മാത്രം ഇത് ലാപ്പ് ചെയ്യുന്ന രീതിയാണ്. അതുപോലെ സ്ലീവ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പ്ലാക്കറ്റിന്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ്, അല്ലാതെ ലാപ്പിംഗ് രീതി അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 105. നെക്ക് ലൈനിൽ നിന്നും മുൻവശത്തേക്കും പിൻവശത്തേക്കും ഡയഗണൽ സീമുള്ള സ്ലീവ് ഏത്? നെക്ക് ലൈനിൽ നിന്നും മുൻവശത്തേക്കും പിൻവശത്തേക്കും ഡയഗണൽ സീമുള്ള സ്ലീവ് ഏത്? ഡയഗണൽ എന്ന് പറയുമ്പോൾ ചെരിഞ്ഞ രീതിയിലുള്ള അല്ലേ. ഏതാണ് ഉത്തരം? റാഗ്ലൻ സ്ലീവ്. റാഗ്ലൻ സ്ലീവ് എന്ന് പറയുന്നത് നെക്ക് ലൈനിൽ നിന്നും ആരംഭിച്ച് മുൻവശത്തേക്കും പിൻവശത്തേക്കും ഡയഗണലായി നീളുന്ന സീമുള്ള സ്ലീവാണ്. അതായത് സാധാരണ സ്ലീവുകൾ പോലെ ഷോൾഡർ സീം ഇതിലില്ല, പകരം സ്ലിറ്റ് നേരിട്ട് നെക്ക് ലൈനുമായി ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡിസൈൻ കാരണം കൈകൾക്ക് കൂടുതൽ ഈസി ആയിട്ട് ചലിക്കാനും അതുപോലെ നല്ല കംഫർട്ട് ലഭിക്കും. അതുകൊണ്ടാണ് സ്പോർട്സ് വെയർ, ടീഷർട്ട്, സ്വെറ്ററുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിലൊക്കെ റാഗ്ലൻ സ്ലീവ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. കിമോണോ സ്ലീവ്. ഇത് ഗാർമെന്റിന്റെ ബോഡിയോടൊപ്പം ഒരേ കഷ്ണമായി ഒരേ പീസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാതെ ഒരേ പീസായിട്ട് കട്ട് ചെയ്യുന്ന സ്ലീവാണ് കിമോണോ സ്ലീവ് എന്ന് പറയുന്നത്. സെറ്റിൻ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകം തയ്യാറാക്കി നമ്മൾ ആം ഹോളിൽ ചേർക്കുന്ന, ആം ഹോളിൽ സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്ലീവിനെയാണ് നമ്മൾ സെറ്റിൻ സ്ലീവ് എന്ന് പറയുന്നത്. ഇനി ബിഷപ്പ് സ്ലീവ് ആണെങ്കിലോ ഇത് നീളമുള്ളതും അതുപോലെ തന്നെ താഴെ കഫ് ഭാഗത്ത് ഗ്യാദറുകളുള്ള ഡെക്കറേറ്റീവ് സ്ലീവ് ആണ് ബിഷപ്പ് സ്ലീവ് എന്ന് പറയുന്നത്. അപ്പൊ നെക്ക് ലൈനിൽ നിന്നും മുൻവശത്തേക്കും പിൻവശത്തേക്കും ഡയഗണൽ സീമുള്ള സ്ലീവ് ഏതാണ്? റാഗ്ലൻ സ്ലീവ്. അടുത്ത ക്വസ്റ്റ്യൻ 106. പ്രകൃതിദത്ത ഫൈബർ ഏതാണ്? ഓപ്ഷൻസിലെ ഏതാണ് ഒരു നാച്ചുറൽ ഫൈബർ? പോളിയസ്റ്റർ, നൈലോൺ, റയോൺ, വൂൾ. പോളിയസ്റ്ററും നൈലോണും റയോണും ഒന്നും നാച്ചുറൽ ഫൈബേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്നതല്ല, വൂളാണ് അല്ലേ. വൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക തരം ഒരു പ്രകൃതിദത്ത നാച്ചുറൽ അല്ലെങ്കിൽ എന്താ പറയാ മൃഗജന്യ ഫൈബർ, അനിമൽ ഫൈബർ ആണ് അല്ലെ. പ്രധാനമായിട്ട് ആടുകളുടെ രോമത്തിൽ നിന്നാണ് നമുക്ക് വൂൾ ലഭിക്കുന്നത്. കൂടാതെ കാശ്മീർ ആട്, അങ്കോറ മുയൽ, ഒട്ടകം, ആൽപ്പാക്ക തുടങ്ങിയ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് വിവിധ തരം വൂള് ലഭിക്കുന്നുണ്ട്. വൂള് നല്ല ചൂട് നിലനിർത്തുന്ന ഫൈബർ ആയതുകൊണ്ട് തന്നെ സ്വെറ്റർ, ഷോള്, കമ്പിളി, കോട്ട് തുടങ്ങിയ ശൈത്യകാല വസ്ത്രങ്ങൾ അല്ല വിന്റർ വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മളിത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പോളിയസ്റ്റർ എന്താണ്? ഒരു സിന്തറ്റിക് ഫൈബർ ആണ്. പെട്രോ കെമിക്കൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു സിന്തറ്റിക് ഫൈബർ ആണ് പോളിയസ്റ്റർ എന്ന് പറയുന്നത്. നൈലോൺ ആണെങ്കിലോ ഇത് സിന്തറ്റിക് ഫൈബർ ആണ്. വളരെ സ്ട്രെങ്ത്തും എലാസ്റ്റിസിറ്റിയും ഉള്ള ഒരു നാരാണ് നൈലോൺ എന്ന് പറയുന്നത്. ഇനി റയോൺ ആണെങ്കിലോ റീജനറേറ്റഡ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബർ ആണല്ലേ. ഇത് പുനർനിർമ്മിത അല്ലെങ്കിൽ നമ്മൾ റീജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈബറാണ്. പ്രകൃതിദത്ത റോ മെറ്റീരിയൽ ഉപയോഗിച്ച് സെല്ലുലോസിൽ നിന്ന് നമ്മൾ രാസപ്രക്രിയ നടത്തി നിർമ്മിക്കുന്ന ഒരു ഫൈബറാണ് റയോൺ എന്ന് പറയുന്നത്. സോഴ്സ് നാച്ചുറൽ ആണെങ്കിലും നമ്മൾ അവിടെ രാസപ്രക്രിയയിലൂടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് റീജനറേറ്റഡ് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള നാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ 107ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 107ാമത്തെ ക്വസ്റ്റ്യൻ? കഴുത്തിന്റെ വൃത്താകൃതിയിലുള്ള ഭാഗം എന്താണ് വിളിക്കുന്നത്? കഴുത്തിന്റെ വൃത്താകൃതിയിലുള്ള ഭാഗം എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് നോക്കുക. സൈ, ഫോർക്ക്, ഗോർജ്, വെന്റ്. ഇതിനകത്ത് കഴുത്തുമായി ബന്ധപ്പെട്ടത് ഗോർജ് എന്ന് പറയുന്നത് ശരിക്കും കോളർ ലേപ്പലുമായി ചേരുന്ന കഴുത്തിന്റെ മുൻഭാഗത്തെയാണ് നമ്മൾ ഗോർജ് എന്ന് പറയുന്നത്. ഗോർജ് എന്നത് എന്താണ്? കോളർ ലേപ്പൽ
ലേപ്പലുമായി ചേരുന്ന കഴുത്തിന് മുൻഭാഗത്തുള്ള ഭാഗത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. കോട്ട്, ബ്ലേസർ, ജാക്കറ്റ് തുടങ്ങിയ ടൈലേർഡ് ഗാർമെന്റുകളിലാണ് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഇനി ഗോർജ് ലൈൻ എന്ന് പറയുന്നത് കോളറും ലേപ്പലും തമ്മിൽ ചേരുന്ന സീം ലൈനിനെയാണ് നമ്മൾ ഗോർജ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈന് ഉയരത്തിലോ താഴെയോ വരുന്നതനുസരിച്ച് ഗാർമെന്റിന്റെ സ്റ്റൈലും രൂപഭംഗിയും മാറും. അതുകൊണ്ട് ഫാഷൻ ഡിസൈനിലൊക്കെ അതുപോലെ പാറ്റേൺ മേക്കിങ്ങിൽ ഗോർജ് ഒരു പ്രധാന ടെക്നിക്കൽ വേർഡ് ആണ്. ഇനി നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ചില ബുക്കുകളിൽ കഴുത്തിന്റെ വൃത്തം എന്ന് സിമ്പിൾ ആയിട്ട് പറയണ്ടെങ്കിലും ടെക്നിക്കലി ഗോർജ് എന്ന് പറയുന്നത് കോളറും ലേപ്പലും യോജിക്കുന്ന കഴുത്തിന്റെ ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ കഴുത്തുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് എന്ന് പറയുന്നത് ഗോർജ് ആണ്. അതാണ് കഴുത്തിന്റെ വൃത്താകൃതിയിലുള്ള ഭാഗം എന്ന് ചില ബുക്കിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ്, സൈ എന്ന് പറയുന്നത് സ്ലീവ് ഘടിപ്പിക്കുന്ന ആം ഹോൾ ഭാഗമാണ് അല്ലെ, സൈ എന്ന് പറയുന്നത് കഴുത്തിന്റെ ഭാഗമല്ല. ഫോർക്ക് എന്ന് പറയുന്നത് പാൻറിലെ ക്രോച്ച് ഭാഗമാണ് ഫോർക്ക് എന്ന് പറയുന്നത്. ഇനി വെന്റ് ആണെങ്കിലോ കോട്ട്, സ്കേർട്ട്, പാൻസ് എന്നിവയുടെ താഴെയോ പിൻഭാഗത്തോ മൂവ്മെന്റ് ഈസിയാക്കാൻ നൽകുന്ന ചെറിയൊരു ഓപ്പണിംഗ് ആണ് വെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 108ാമത്തെ ക്വസ്റ്റ്യൻ. കളർ വീലിൽ തമ്മിൽ വിരുദ്ധമായ നിറങ്ങൾ ഏതാണ്? ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്താണ്? കോംപ്ലിമെന്ററി കളേഴ്സ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളർ സ്കീം. കോംപ്ലിമെന്ററി കളർ സ്കീം അല്ലെങ്കിൽ കളേഴ്സ് എന്നത് കളർ വീലിൽ പരസ്പരം നേരെ എതിർവശത്ത് ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ട് നിറങ്ങളെയാണ് നമ്മൾ കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ്, നല്ല കോൺട്രാസ്റ്റ്, സ്ട്രോങ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കളറാണ് നമുക്ക് ലഭിക്കുന്നത്. ഡിസൈൻ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന രീതിയിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എക്സാമ്പിൾ റെഡും ഗ്രീനും, ബ്ലൂ ഓറഞ്ചും യെല്ലോയും വയലറ്റും ഒക്കെ കോംപ്ലിമെന്ററി കളേഴ്സിന് എക്സാമ്പിൾ ആണ്. ഫാഷൻ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈൻ, ടെക്സ്റ്റൈൽ പ്രിന്റിംഗ്, പെയിന്റിംഗ് എന്നിവയിലൊക്കെ കോംപ്ലിമെന്ററി കളർ സ്കീം നമ്മൾ ഭയങ്കര വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു കളർ സ്കീമാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കളർ വീലിൽ അനലോഗസ് കളർ വീലിൽ അടുത്തടുത്ത് നിൽക്കുന്ന നിറങ്ങളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ അനലോഗസ് കളർ സ്കീം എന്ന് പറയുന്നത്. ഇപ്പൊ യെല്ലോ, ഗ്രീൻ പോലെയുള്ള അടുത്തടുത്ത് നിൽക്കുന്ന കളേഴ്സിനെയാണ് അനലോഗസ് കളർ സ്കീം എന്ന് പറയുന്നത്. മോണോക്രോമാറ്റിക് കളർ സ്കീം ആണെങ്കിൽ ഒരേ നിറത്തിന്റെ വിവിധ ടിന്റ്, ടോണ്, ഷെയ്ഡ് ഉപയോഗിച്ചുള്ള നിറ ക്രമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയുന്നത്. ഒരേ നിറത്തിന്റെ പല ഷെയ്ഡ്, ടിന്റ്, ടോൺ ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻ. ഈ സ്പ്ലിറ്റ് കളർ സ്കീം എന്ന് പറഞ്ഞാൽ ഒരു നിറത്തിന്റെ കോംപ്ലിമെന്ററി കളർ നേരിട്ട് ഉപയോഗിക്കാതെ അതിന്റെ ഇരുവശത്തുള്ള രണ്ട് നിറങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ സ്പ്ലിറ്റ് കളർ സ്കീം അല്ലെങ്കിൽ സ്പ്ലിറ്റ് കോംപ്ലിമെന്ററി കളർ സ്കീം എന്നൊക്കെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പണിംഗ് ഓവർലാപ്പ് ചെയ്യാത്തപ്പോൾ എന്താണ്? സ്ലിറ്റ് ആണ്. സ്ലിറ്റ് എന്ന് പറയുന്നത് ഓവർലാപ്പ് ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സ്ലിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഓപ്പണിങ്ങിന്റെ രണ്ട് ഭാഗങ്ങളും പരസ്പരം മുകളിലേക്ക് കയറുകയോ ഓവർലാപ്പ് ചെയ്യുകയോ ചെയ്യാത്ത രീതിയിലാണ് സ്ലിറ്റ് ഉണ്ടാവുക. ഇത്തരം സ്ലിറ്റ് സാധാരണയായി കുർത്ത, കമ്മീസ്, നെക്ക് ലൈൻ, സ്ലീവ് ഓപ്പണിംഗ് എന്നിവയിലൊക്കെയാണ് കാണുന്നത്. ചിലപ്പോൾ ഇതിന് ശേഷം പ്ലാക്കറ്റ് അല്ലെങ്കിൽ ഫേസിങ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യാറുണ്ട്. ഈ ബാക്കിയുള്ള ഓപ്ഷനാണ് വെന്റ്. വെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗാർമെന്റിന്റെ താഴെയോ പിൻഭാഗത്തോ നടക്കാനും ഇരിക്കാനും സൗകര്യം നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ഓപ്പണിംഗ് ആണ്. കോട്ട്, സ്കേർട്ട്, പാൻറ് എന്നിവയിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. കോട്ടിന്റെ ബാക്കിലൊക്കെ കാണാം. ജെട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? പോക്കറ്റ് നിർമ്മിക്കാനായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ് അല്ലെ. പോക്കറ്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദം. ജെറ്റ് പോക്കറ്റ് അല്ലെങ്കിൽ വെൽറ്റ് പോക്കറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഓപ്പണിങ്ങിന്റെ പേരല്ല. വാർപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക്കിലെ നീളത്തിലുള്ള നൂലുകളെയാണ് നമ്മൾ വാർപ്പ് എന്ന് പറയുന്നത്. ഇതും ഓപ്പണിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡല്ല. അടുത്ത ക്വസ്റ്റ്യൻ 110ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ചോദിക്കുന്നത്? ഏത് യാണാണ് കൂടുതൽ ശക്തിയും സ്മൂത്ത് സർഫേസും നൽകുന്നത്? ആ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. PDF വാങ്ങിച്ചിട്ടുള്ളവർ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടെഴുതുന്നവരാണെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. യാണിന് കൂടുതൽ ശക്തിയും സ്മൂത്ത് സർഫേസും നൽകുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, യാണിന് കൂടുതൽ ശക്തിയും സ്മൂത്ത് സർഫേസും നൽകുന്നത് എന്താണ്? എന്താണ് യാണിന് കൂടുതൽ ശക്തിയും സ്മൂത്ത് സർഫേസും നൽകുന്നത്? ഉത്തരം ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന എന്താണ്? ഫൈബറുകളെ പരസ്പരം ട്വിസ്റ്റ് ചെയ്യുക, ചുറ്റിപ്പിണയിക്കുന്ന പ്രക്രിയയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ഇങ്ങനെ ചുറ്റുക. നൂലിന് ആവശ്യമായ അളവിൽ ട്വിസ്റ്റ് നൽകുമ്പോൾ ഫൈബറുകൾ പരസ്പരം നല്ല രീതിയിൽ ഉറച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും അതുപോലെ തന്നെ യാണിന്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ യാണിന്റെ സർഫേസിൽ എക്സ്ട്രാ ഫൈബേഴ്സ് ഒന്നും ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കാതെ സർഫേസ് എന്തായിരിക്കും? സ്മൂത്ത് ആയിട്ട് കൂടുതൽ മിനുസമുള്ളതായിട്ടും വരും. അതുകൊണ്ടാണ് സ്പിന്നിങ് പ്രക്രിയയിൽ ട്വിസ്റ്റ് യാണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണനിർണയ ഘടകങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. യാണിന്റെ ക്വാളിറ്റി ട്വിസ്റ്റ് എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ട്വിസ്റ്റ് ഓവർ ആയാൽ, ഇപ്പം അമിതമായ ട്വിസ്റ്റ് നൽകിയാലോ യാണ് വളരെ കട്ടിയാവുകയും പെട്ടെന്ന് അതിൻ്റെ കടുപ്പം കൂടുകയും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, ശരിയായ അളവിലുള്ള ട്വിസ്റ്റ് തന്നെയാണ് യാണിന് നൽകേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. യാണിന് കൂടുതൽ ശക്തിയും സ്മൂത്ത് സർഫേസും നൽകുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്. ഇനി ഓപ്ഷൻസ് ബാക്കി. എ എന്താണ്? സ്റ്റേപ്പിൾസ്. സ്റ്റേപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ചെറിയ നീളമുള്ള ഫൈബറുകളെയാണ്, ഷോർട്ട് ഫൈബേഴ്സിനെയാണ് നമ്മൾ സ്റ്റേപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് യാണിന്റെ ശക്തിയും സ്മൂത്ത് സർഫേസും നേരിട്ട് നൽകുന്ന ഘടകമായിട്ട് പറയുന്നില്ല. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നോർമലി നമ്മൾ പറയുന്നൊരു വേർഡാണല്ലേ, യാണിന്റെ പ്രത്യേക ഘടകം. നമ്മൾ എന്തിന്റെ വേണമെങ്കിലും ക്വാളിറ്റി നമുക്ക് പറയാം. ലോങ്ങർ എന്ന് പറയുന്നത് നീളം കൂടിയ ഫൈബറുകൾ മികച്ച യാൺ നിർമ്മിക്കാൻ സഹായിക്കുമെങ്കിലും നമുക്ക് ഈ ചോദ്യത്തിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? യാണിന് ശക്തിയും മിനുസും നൽകുന്ന പ്രധാന ഘടകം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ എന്താണ്? ട്വിസ്റ്റ് ആണ് ആൻസർ. ഇനി 111ാമത്തെ ക്വസ്റ്റ്യൻ, ടിൻറ്റ് എന്നത് എന്താണ്? ടിൻറ്റ് എന്താണ്? ഓപ്ഷൻസിൽ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത്? ഇൻക്രീസ് വോളിയം ആൻഡ് ഡെപ്ത് ഓഫ് ഡ്രോയിങ്, ഡെവലപ്മെന്റ് ഓഫ് നെക്സ്റ്റ് സ്റ്റേജ്, ആഡ് ഇൻട്രസ്റ്റ് ആൻഡ് മൂവ്മെന്റ്, മിക്സ്ചർ ഓഫ് കളർ വിത്ത് വൈറ്റ്. എന്താണ് ആൻസർ? ടിൻറ്റ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് കളർ വിത്ത് വൈറ്റ്. ടിൻറ്റ് എന്ന് പറയുന്ന ഒരു നിറത്തിൽ അല്ലെങ്കിൽ ഹ്യൂവിൽ വെള്ള നിറം ചേർത്ത് ലഭിക്കുന്ന ഇളം നിറമാണ് എന്ത്? ടിൻറ്റ് എന്ന് പറയുന്നത്. വൈറ്റ് ചേർക്കുമ്പോൾ നിറത്തിന്റെ തെളിച്ചം വർദ്ധിക്കുകയും കൂടുതൽ ലൈറ്റായ ഷെയ്ഡായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇപ്പം റെഡ് പ്ലസ് വൈറ്റ് ചെയ്യുമ്പോൾ പിങ്ക് ആവും, ബ്ലൂ പ്ലസ് വൈറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്ലൂ ആവും, ഗ്രീൻ പ്ലസ് വൈറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ഗ്രീൻ ആവും. ഇപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇൻക്രീസ് വോളിയം ആൻഡ് ഡെപ്ത് ഓഫ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോയിങ്ങിന്റെ വോളിയം ഡെപ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതൊരു ടിൻറ്റിന്റെ ഒരു ഇതായിട്ട് പറയാൻ പറ്റില്ല. ഡെവലപ്മെന്റ് ഓഫ് നെക്സ്റ്റ് സ്റ്റേജ് നിറവുമായി ബന്ധപ്പെട്ട ഒരു വേർഡല്ല. ആഡ് ഇൻട്രസ്റ്റ് ആൻഡ് മൂവ്മെന്റ് ഇത് ഡിസൈൻ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടൊരു ആശയമാണ്, ടിൻറ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 112. ഫാബ്രിക്കിലെ നൂലുകളുടെ ദിശ എന്താണ്? ഫാബ്രിക്കിലെ നൂലുകളുടെ ദിശ എന്താണ്? എന്താണ്? ഗ്രെയിൻ ലൈൻ. ഗ്രെയിൻ ലൈൻ എന്ന് പറയുന്നത് ഫാബ്രിക്കിലെ നൂലുകൾ പോകുന്ന ദിശയെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് അല്ലേ. ഫാബ്രിക്കിലെ നൂലുകൾ പോകുന്ന ദിശയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഗ്രെയിൻ ലൈൻ എന്ന് പറയുന്നത്. പാറ്റേൺ തയ്യാറാക്കുമ്പോൾ ഗ്രെയിൻ ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പാറ്റേൺ ഫാബ്രിക്കിൽ ശരിയായ ദിശയിൽ വെച്ചാൽ മാത്രമേ വസ്ത്രത്തിന് നല്ല ഫിറ്റും ഷേപ്പും കിട്ടുള്ളൂ. ഫാബ്രിക്കിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഗ്രെയിൻ ലൈൻ ആണുള്ളത്. ലെങ്ത് വൈസ് ഗ്രെയിൻ, വാർപ്പ് നൂലുകളുടെ ദിശയാണ് നമ്മൾ ലെങ്ത് വൈസ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ക്രോസ് വൈസ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വെഫ്റ്റ് നൂലുകളുടെ ദിശയാണ്. ബയാസ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാർപ്പിനും വെഫ്റ്റിനും 45 ഡിഗ്രി കോണിലുള്ള ദിശയാണ് നമ്മൾ ബയാസ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ഗാർമെന്റ് കട്ടിങ് ചെയ്യുമ്പോൾ പാറ്റേണിലുള്ള ഗ്രെയിൻ ലൈൻ ആരോ എല്ലായ്പ്പോഴും നമുക്ക് എന്താണ്? സെൽവെഡ്ജിന് പാരലൽ ആയിട്ടാണ് വെക്കേണ്ടത്. അപ്പൊ ബാക്കി ഓപ്ഷനുകൾ നോക്കാം. ഈസ്, ശരീരത്തിനും വസ്ത്രത്തിനും ഇടയിൽ നൽകുന്ന അധിക അളവിനെയാണ് നമ്മൾ ഈസ് എന്ന് പറയുന്നത്, നൂലുകളുടെ ദിശയല്ല അത്. സെൽവെഡ്ജ് എന്താണ്? ഫാബ്രിക്കിന്റെ നെയ്ത്ത് അഴിഞ്ഞു പോകാതിരിക്കാൻ ഇരുവശത്തുള്ള എന്താണ്? ടൈറ്റായിട്ട് വീവ് ചെയ്തിട്ടുള്ള ആ എഡ്ജിനെയാണ് നമ്മൾ സെൽവെഡ്ജ് എന്ന് പറയുന്നത്. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക്കിന്റെ ഉപരിതലത്തിന്റെ സ്വഭാവം, ഒരു ഫാബ്രിക്കിന്റെ സർഫേസിന്റെ ടെക്സ്ചർ, നമ്മൾ തൊടുമ്പോൾ കിട്ടുന്ന ഫീലാണ് നമുക്ക് ടെക്സ്ചർ അല്ലേ. അതും നൂലുകളുടെ ദിശയല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക നിറങ്ങൾ ഏതാണ്? എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. എന്താണ് പ്രാഥമിക നിറങ്ങൾ? പ്രൈമറി കളേഴ്സ്.
പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് മറ്റു നിറങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന നിറങ്ങളെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കളർ വീലിൽ റെഡ്, യെല്ലോ, ബ്ലൂ, ചുവപ്പ്, മഞ്ഞ, നീലയാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് ആയിട്ട് പറയുന്നത്. ഈ 3 നിറങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്താണ് സെക്കൻഡറി കളേഴ്സും ടേഷ്യറി കളേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പൊ എക്സാമ്പിൾ റെഡും യെല്ലോയും ചേർത്ത് നമുക്ക് ഓറഞ്ച് കിട്ടും, യെല്ലോയും ബ്ലൂവും ചേർത്ത് ഗ്രീന് കിട്ടും, ബ്ലൂവും റെഡും ചേർത്ത് നമുക്ക് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡറി കളേഴ്സ് ആയിട്ട് പറയുന്നത് അല്ലേ. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് പ്രൈമറി കളേഴ്സിനെ മദർ കളേഴ്സ് എന്ന് നമ്മൾ ചില സമയത്ത് വിളിക്കാറുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? റെഡ്, യെല്ലോ, പർപ്പിൾ. ഇതിൽ പർപ്പിൾ ഒരു സെക്കൻഡറി കളറാണ്, സോ അത് പറ്റില്ല. റെഡ്, യെല്ലോ, ഓറഞ്ച്. ഓറഞ്ച് ഒരു സെക്കൻഡറി കളറാണ്. റെഡ്, യെല്ലോ, ഗ്രീൻ. ഗ്രീൻ ഒരു സെക്കൻഡറി കളറാണ്. അപ്പോൾ റെഡ്, യെല്ലോ, ബ്ലൂ ആണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിറത്തിന്റെ മറ്റൊരു പേരെന്താണ്? നിറത്തിന്റെ മറ്റൊരു പേരെന്താണ്? എപ്പോഴും വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹ്യൂ. ഹ്യൂ എന്ന് പറയുന്ന നിറത്തിന്റെ യഥാർത്ഥ പേര്, നെയിം ഓഫ് എ കളർ. അതായത് റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ തുടങ്ങിയ അടിസ്ഥാന നിറങ്ങളെ നമ്മൾ ഹ്യൂ എന്നാണ് വിളിക്കുന്നത്. കളർ തിയറിയിൽ ഹ്യൂ എന്നത് എന്താണ്? നിറത്തെ തിരിച്ചറിയാനുള്ള ഒരു അടിസ്ഥാന ഘടകമായിട്ടാണ് പറയുന്നത്. റിയൽ നെയിം ഓഫ് കളർ അല്ലെങ്കിൽ നിറത്തിന്റെ മറ്റൊരു പേര്, യഥാർത്ഥ പേര് എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. വാല്യൂ. വാല്യൂ എന്ന് പറയുന്നത് ഒരു നിറത്തിന്റെ ഇരുണ്ടതോ ഇളം, അതായത് ലൈറ്റ് ആയതോ ലൈറ്റ്നെസ്സോ ഡാർക്ക്നെസ് ആയ അളവിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു നിറത്തിന്റെ ലൈറ്റ്നെസ്സോ ഡാർക്ക്നെസ്സിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു നിറത്തിന്റെ തെളിച്ചം അല്ലെങ്കിൽ അതിന്റെ ശുദ്ധതനെയാണ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹ്യൂയിൽ ഗ്രേ ചേർത്താൽ ലഭിക്കുന്ന നിറങ്ങളെയാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. നിറത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു പേര് അല്ലെങ്കിൽ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ്? ഹ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, 115ാമത്തെ ക്വസ്റ്റ്യൻ, ക്രോസ് വൈസ് സ്ട്രെച്ച് കൂടുതലുള്ള നിറം ഏത്? ക്രോസ് വൈസ് സ്ട്രെച്ച് കൂടുതലുള്ള നിറ്റ് ഏത്? ക്രോസ് വൈസ് സ്ട്രെച്ച് കൂടുതലുള്ള നിറ്റ് ഏത്? ശരിയായ ഉത്തരം വെഫ്റ്റ് നിറ്റ് ആണ്. വെഫ്റ്റ് നിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നൂൽ, സിംഗിൾ യാൺ ഉപയോഗിച്ച് ക്രോസ് വൈസ് ലൂപ്പുകൾ രൂപപ്പെടുത്തി നിർമ്മിക്കുന്ന നെയ്ത്ത് രീതിയാണ് വെഫ്റ്റ് നിറ്റിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, സിംഗിൾ യാൺ, ഒരു നൂല് ഉപയോഗിച്ച് തിരശ്ചീനമായി അല്ലെങ്കിൽ ക്രോസ് വൈസ് ആയി ലൂപ്പുകൾ രൂപപ്പെടുത്തി ക്ലോത്ത് നിർമ്മിക്കുന്ന രീതിയാണ് എന്ത്? വെഫ്റ്റ് നിറ്റിംഗ്. ഈ നിർമ്മാണ രീതി കാരണം വെഫ്റ്റ് നിറ്റ് ഫാബ്രിക്കിന് എന്താണ്? ക്രോസ് വൈസ് ഡയറക്ഷനിൽ കൂടുതൽ സ്ട്രെച്ച് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് വെയർ ചെയ്യാം. അതുപോലെ തന്നെ ശരീരത്തോടെ ഇണങ്ങുന്ന ഫാബ്രിക് ആയിട്ടാണിത് പറയപ്പെടുന്നത്. ടീഷർട്ട്, ബനിയൻ, ലെഗിങ്, സ്വെറ്ററുകൾ തുടങ്ങിയവയിൽ വെഫ്റ്റ് നിറ്റ് ഫാബ്രിക് വ്യാപകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബാക്കി ഓപ്ഷനുകൾ നോക്കാം. കോസ് എന്ന് പറയുന്നത് എന്താണ്? വെഫ്റ്റ് നിറ്റ് ഫാബ്രിക്കിലുള്ള ഹൊറിസോണ്ടൽ റോ ഓഫ് ലൂപ്പ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൂപ്പുകളുടെ വരീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ് എന്ന് പറയുന്നത്. നിറ്റിന്റെ ഒരു ഭാഗമാണ്, പക്ഷെ നിറ്റിന്റെ ഒരു തരമല്ല. വെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ലംബമായി അല്ലെങ്കിൽ വേർട്ടിക്കലായി കാണുന്ന ലൂപ്പുകളുടെ നിരയാണ് നമ്മൾ വെയിൽസ് എന്ന് പറയുന്നത്. വാർപ്പ് നിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ നൂലുകളും പ്രത്യേകം പ്രവർത്തിക്കുന്നതിനാൽ ക്രോസ് വൈസ് സ്ട്രെച്ച് കുറവായിരിക്കും. സിംഗിൾ നൂലുകൾ പ്രത്യേകം തനിയെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്താണത്? ക്രോസ് വൈസ് സ്ട്രെച്ച് കുറവായിരിക്കും. എന്നാൽ ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 116, കിങ് ഓഫ് ടെക്സ്റ്റൈൽസ് എന്നറിയപ്പെടുന്ന ഫൈബർ ഏത്? കിങ് ഓഫ് ടെക്സ്റ്റൈൽസ് എന്നറിയപ്പെടുന്ന ഫൈബർ എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് കോട്ടൺ. കോട്ടൺ എന്ന് പറയുന്നത് എന്താണ്? കിങ് ഓഫ് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിദത്ത നാരാണ് ഈ കോട്ടൺ എന്ന് പറയുന്നത്. കോട്ടന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് 100% പ്രകൃതിദത്ത നാച്ചുറൽ പ്ലാന്റ് ബേസ്ഡ് ഫൈബർ ആണ്. ബ്രീത്തബിലിറ്റി വളരെ നല്ലതാണ് അല്ലെ, അതായത് വായു സഞ്ചാരം വളരെ നല്ലതാണ്. ഈർപ്പം നന്നായി ആഗിരണം ചെയ്യും, ഹൈലി അബ്സോർബന്റ് ആണ്. ധരിക്കാൻ വളരെ സുഖകരമാണ്, പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ വെയർ ചെയ്യാനായിട്ട് നല്ല സുഖമാണ്. ഷർട്ടുകൾ, സാരികൾ, ബെഡ്ഷീറ്റുകൾ, ടവലുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ തുടങ്ങി ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ കോട്ടൺ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സിൽക്കിനെ സാധാരണയായിട്ട് ക്വീൻ ഓഫ് ടെക്സ്റ്റൈൽസ് എന്നാ പറയുന്നത് അല്ലേ.
അതിൻ്റെ തിളക്കവും ആഡംബര സ്വഭാവവും, അതായത് അതുകൊണ്ടാണ് അതിൻ്റെ ക്വീൻ ഓഫ് ടെക്സ്റ്റൈൽസ്. ജൂട്ടോ, ജൂട്ട് ഗോൾഡൻ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വൂൾ ആണെങ്കിലോ, വൂൾ ഒരു പ്രധാന പ്രകൃതിദത്ത മൃഗജന്യ നാരാണെങ്കിലും കിങ് ഓഫ് ടെക്സ്റ്റൈൽ എന്നറിയപ്പെടുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 117. പോക്കറ്റ് മൂടാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച്ഡ് തുണിക്കഷ്ണം എന്താണ്? പോക്കറ്റ് മൂടാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച്ഡ് തുണിക്കഷ്ണം എന്താണ്? എന്താണ് ഉത്തരം? ഫ്ലാപ്പ്. ഫ്ലാപ്പ് എന്ന് പറയുന്നത് പോക്കറ്റിന്റെ വായ ഭാഗത്ത് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഭാഗത്ത് മൂടുന്നതിനായി പുറത്ത് നിന്നും എക്സ്ട്രാ ഘടിപ്പിക്കുന്ന ഒരു സ്റ്റിച്ച്ഡ് തുണിക്കഷ്ണമാണ് ഈ ഫ്ലാപ്പ് എന്ന് പറയുന്ന ഒരു അടപ്പ്. പോക്കറ്റിന് എന്താണ് ഡെക്കറേറ്റീവ് അപ്പിയറൻസ് കൂട്ടും, അതുപോലെ പോക്കറ്റിലുള്ള സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം, പൊടി അഴുക്ക് എന്നിവയിൽ നിന്ന് പോക്കറ്റിനെ സംരക്ഷിക്കാം. പ്രത്യേകമായിട്ട് എന്താണ് ഒരു അലങ്കാര ഡെക്കറേറ്റീവ് ഒരു എഫക്റ്റ് ലഭിക്കും. ഫ്ലാപ്പ് പോക്കറ്റ് സാധാരണയായിട്ട് ഷർട്ട്, പാൻറ്, ജാക്കറ്റ്, കോട്ട്, യൂണിഫോം എന്നിവയിലൊക്കെയാണ് കാണാവുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഫേസിങ് പറഞ്ഞാൽ ഗാർമെന്റിന്റെ നെക്ക് ലൈൻ, ആം ഹോൾ, പ്ലാക്കറ്റ് തുടങ്ങിയ അരികുകൾ വൃത്തിയായി ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫാബ്രിക് പീസ് ആണ്. ഇത് പോക്കറ്റ് മൂടാൻ ഉപയോഗിക്കുന്നില്ല. ഇനി സെൽവെഡ്ജ് ആണെങ്കിലോ ഫാബ്രിക്കിന്റെ ഇരുവശത്തുമുള്ള അഴിഞ്ഞു പോകാത്ത ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈറ്റ്ലി വോവൻ ആയിട്ടുള്ള എന്താണ് അരികാണ് സെൽവെഡ്ജ്. ഫോർക്ക് ആണെങ്കിൽ പാൻസിന്റെ 2 കാലുകൾ ചേരുന്ന ക്രോച്ച് ഭാഗത്തെയാണ് നമ്മൾ ഫോർക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 118. ഡാർട്ട് ലെഗുകൾക്കിടയിലെ സപ്രഷൻ അളവ് എന്താണ്? ഡാർട്ട് ലെഗുകൾക്കിടയിലെ സപ്രഷൻ അളവ് എന്താണ്? ഡാർട്ട് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഡാർട്ടിന്റെ 2 ഡാർട്ട് ലെഗ്സ് തമ്മിലുള്ള അകലമാണ്, അഥവാ ഡാർട്ടിലൂടെ നമ്മൾ എടുത്തു മാറ്റുന്ന അല്ലെങ്കിൽ മടക്കി അകത്തേക്ക് കൊടുക്കുന്ന ഫാബ്രിക്കിന്റെ അളവാണ്. എമൗണ്ട് ഓഫ് എത്ര തുണിയാണ് നമ്മൾ ഫാബ്രിക്കിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ അതിന് എത്ര തുണിയാണ് നമ്മൾ സപ്രസ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഡാർട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഡാർട്ട് ഇൻടേക്ക് അനുസരിച്ചാണ് വസ്ത്രത്തിന്റെ ഷേപ്പും ഫിറ്റും നമുക്ക് ലഭിക്കുന്നത്. എത്ര തുണി നമ്മൾ അകത്തേക്ക് എടുക്കുന്നു അത്രയും ടൈറ്റ് ആവും ആ ഭാഗം, എത്ര തുണി നമ്മൾ കുറച്ചെടുക്കുന്നു അത്രയും ലൂസ് ആവും ആ ഭാഗം. ഡാർട്ട് ഇൻടേക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ ഫാബ്രിക് എടുത്തു മാറ്റും, കുറവാണെങ്കിൽ കുറച്ച് മാത്രമേ നമ്മൾ എടുത്തു മാറ്റുള്ളൂ. എടുത്തു മാറ്റിയാൽ മീൻസ് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെക്കണം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഡാർട്ടിന്റെ അറ്റത്തുള്ള പോയിന്റ് ആണ്, ടിപ്പ് ഓഫ് ദ ഡാർട്ട് അല്ലേ. സാധാരണ ഇത് ശരീരത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ്. ഉദാഹരണത്തിന് ബസ്റ്റിന്റെ അപ്പെക്സിലേക്കാണത്, ഇങ്ങനെ ഡയറക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും. ഈ ഡാർട്ട് ലെഗ് എന്ന് പറഞ്ഞാൽ ഡാർട്ട് രൂപപ്പെടുന്ന 2 തുന്നൽ രേഖകൾ, 2 സ്റ്റിച്ചിങ് ലൈൻസ് അല്ലേ, എന്താണ് ഡാർട്ട്, ആ വരകളാണ് ഡാർട്ട് ലെഗ്സ്. ഡാർട്ട് പോയിന്റ് ആണെങ്കിലോ ഡാർട്ടിന്റെ അവസാനിക്കുന്ന അഗ്രഭാഗമാണ് ഡാർട്ട് പോയിന്റ് എന്ന് പറയുന്നത്. ചില പുസ്തകങ്ങളിൽ ഈ അപ്പെക്സും ഡാർട്ട് പോയിന്റും ഒരേ അർത്ഥമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 119. ഗാർമെന്റിന്റെ പുറത്ത് ചേർക്കുന്ന പോക്കറ്റ് ഏതാണ്? ഗാർമെന്റിന്റെ പുറത്ത് ചേർക്കുന്ന പോക്കറ്റ് ഏതാണ്? പാച്ച് പോക്കറ്റ്. പാച്ച് പോക്കറ്റ് എന്ന് പറയുന്നത് ഗാർമെന്റ് പുറംഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഫാബ്രിക് പീസ് തുന്നി ചേർത്തുണ്ടാക്കുന്ന പോക്കറ്റാണ് ഈ പാച്ച് പോക്കറ്റ്. പാച്ച് ചെയ്യാണ് ചെയ്യുന്നത് പുറത്തേക്ക് അല്ലേ. അതായത് പോക്കറ്റ് ഗാർമെന്റിനുള്ളിൽ കട്ട് ചെയ്ത് നിർമ്മിക്കുന്നതല്ല, മറിച്ച് പുറത്ത് നേരിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പാച്ച് പോക്കറ്റ് നിർമ്മിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു പാച്ച് പോക്കറ്റ് ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്നൊരു പോക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഷർട്ടുകൾ, കുർത്തകൾ, ഏപ്രണുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ജീൻസ്, യൂണിഫോമുകൾ എന്നിവയിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബൗണ്ട് പോക്കറ്റ്. പോക്കറ്റിന്റെ ഓപ്പണിംഗ് ബൈൻഡിങ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്ന പോക്കറ്റാണ് ബൗണ്ട് പോക്കറ്റ് എന്ന് പറയുന്നത്. ഗാർമെന്റ് പുറത്ത് തുന്നി ചേർക്കുന്ന പോക്കറ്റ് അല്ല. ഈ ഫ്ലാപ്പ് പോക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു പോക്കറ്റിന്റെ മുകളിൽ ഫ്ലാപ്പ് എന്ന തുണിക്കഷ്ണം ഘടിപ്പിച്ചിരിക്കുന്ന പോക്കറ്റാണ്. ഫ്ലാപ്പ് ഉണ്ടായിരിക്കാം, പക്ഷെ ഇത് പാച്ച് പോക്കറ്റിൽ മാത്രമേ, അല്ലെങ്കിൽ പാച്ച് പോക്കറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. വെൽറ്റ് പോക്കറ്റ് ആണെങ്കിലോ പോക്കറ്റിന്റെ ഓപ്പണിംഗ് വെൽറ്റ് എന്ന തുണിക്കഷ്ണം ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്യുന്ന ഇൻസെറ്റ് ആയിട്ടുള്ള പോക്കറ്റ്, അകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള പോക്കറ്റാണ്. കോട്ട്, ബ്ലേസർ, ട്രൗസർ എന്നിവയിൽ സാധാരണയായിട്ട് കാണാം. കോട്ട്, ബ്ലേസർ, ട്രൗസർ തുടങ്ങിയവയിൽ സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പോക്കറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ 120ാമത്തെ ക്വസ്റ്റ്യൻ. പോക്കറ്റുകൾ പ്രധാനമായും എത്ര വിഭാഗങ്ങളാണ് പോക്കറ്റുകൾ? 3 വിഭാഗങ്ങളാണ് അല്ലെ. ഗാർമെന്റ് നിർമ്മാണത്തിൽ പോക്കറ്റുകളെ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പാച്ച് പോക്കറ്റ്, ഇൻസീം പോക്കറ്റ്, സെറ്റിൻ പോക്കറ്റ്. ഗാർമെന്റ് പുറം ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഫാബ്രിക് പീസ് തുന്നിച്ചേർക്കുന്ന പോക്കറ്റാണ് നമ്മൾ പാച്ച് പോക്കറ്റ് എന്ന് നേരത്തെ പറഞ്ഞു. ഇനി ഇൻസീം ആണെങ്കിൽ ഗാർമെന്റിന്റെ 2 ഭാഗങ്ങൾ ചേർന്ന് വരുന്ന സീമിന്റെ ഉള്ളിൽ നിർമ്മിക്കുന്ന പോക്കറ്റാണ്. ഉദാഹരണം സൽവാറിന്റെ സൈഡില്, സ്കേർട്ടിന്റെ സൈഡില്, ഡ്രസ്സില്, നൈറ്റിയിലൊക്കെ സൈഡ് സീമിൽ വരുന്ന പോക്കറ്റാണ്. അല്ലെങ്കിൽ സീമിൽ അകത്തേക്ക്
കൊടുക്കുന്ന പോക്കറ്റാണ് ഇൻസീം പോക്കറ്റ്. സീമിൽ, ഓക്കെ, ഇൻസീം. ഇനി സെറ്റിൻ പോക്കറ്റ് ആണെങ്കിൽ ഗാർമെന്റിൽ ഓപ്പണിംഗ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിർമ്മിക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി അതിനകത്തേക്ക് ഉള്ളിൽ വരുന്ന പോലെ വരുന്ന പോക്കറ്റാണ് സെറ്റിൻ പോക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വെൽറ്റ് പോക്കറ്റ്, ബൗണ്ട് പോക്കറ്റ്, ജെറ്റഡ് പോക്കറ്റ് തുടങ്ങിയ കാറ്റഗറീസ് ഒക്കെ ഇതിനകത്ത് പെടാം. പാൻറ്, കോട്ട്, ബ്ലേസറിലൊക്കെ ഇതുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 121. മുന്നിൽ വി ആകൃതിയും പിന്നിൽ സ്ക്വയർ ആകൃതിയുമുള്ള കോളർ ഏതാണ്? മുന്നിൽ വി ആകൃതിയും പിന്നിൽ സ്ക്വയർ ആകൃതിയുമുള്ള കോളർ ഏതാണ്? സെയിലർ കോളർ. സെയിലർ കോളർ എന്ന് പറയുന്നത് മുന്നിൽ വി ആകൃതിയും വി ഷേപ്ഡ് ഫ്രണ്ട്, പിന്നിൽ സ്ക്വയർ ആകൃതിയിലോ സ്ക്വയർ ബാക്കായി കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കോളറാണ്. ഈ കോളറിന്റെ രൂപകൽപ്പന സെയിലേഴ്സ് യൂണിഫോമിൽ നിന്നാണ് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുള്ളത്. സെയിലേഴ്സ് യൂണിഫോമിൽ നിന്നാണ് നമ്മൾക്ക് ആ ഒരു കോളറിന്റെ രൂപം നമുക്ക് പ്രചോദനം കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് അതിന് സെയിലർ കോളർ എന്ന് പേര് കിട്ടിയിട്ടുള്ളത്. ഇത് കുട്ടികളുടെ വസ്ത്രങ്ങൾ, സ്കൂൾ യൂണിഫോമുകൾ, ഫ്രോക്കുകൾ, നോട്ടിക്കൽ സ്റ്റൈൽ അങ്ങനെയുള്ള വസ്ത്രങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. കേപ്പ് കോളർ, തോളിലേക്ക് പരന്നു കിടക്കുന്ന കേപ്പിന്റെ രൂപം നൽകുന്ന കോളറാണ് കേപ്പ് കോളർ. മുൻവശത്ത് വി ആകൃതിയൊന്നും ഇതിനകത്തില്ല, അതുപോലെ പിന്നാലെ സ്ക്വയർ ഒന്നുമില്ല. ഷോൾ കോളർ എന്ന് പറഞ്ഞാൽ മടക്കില്ലാത്ത, കണ്ടിന്യൂസ് ആയിട്ട് റോൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് മടക്കുകളില്ലാതെ കഴുത്തിൽ നിന്നും മുൻവശത്തേക്ക് വളഞ്ഞിറങ്ങുന്ന കോളറാണ് കോട്ടൺ കോട്ട്, ഗൗൺ, ബ്ലേസർ തുടങ്ങിയവയിൽ കാണാവുന്ന ഒരു കോളറാണിത്. പീറ്റർ പാൻ കോളർ എന്ന് പറയുന്നത് ചെറിയതും വൃത്താകൃതിയിലുമുള്ള റൗണ്ടഡ് കോളറാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ വസ്ത്രങ്ങളിലും ലേഡീസ് വസ്ത്രങ്ങളിലും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു കോളറാണ് ഇത്. അതിൻ്റെ ഒന്നും ഷേപ്പ് സെയിലർ കോളറുമായിട്ട് മാച്ചല്ല. അടുത്ത ക്വസ്റ്റ്യൻ 122. വിവിധ സ്ലീവ് സ്റ്റൈലുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ലീവ് ഏത്? വിവിധ സ്ലീവ് സ്റ്റൈലുകൾ വികസിപ്പിക്കാൻ എന്താണ്? പ്ലെയിൻ സ്ലീവ്. പ്ലെയിൻ സ്ലീവിനെയാണ് നമ്മൾ ബേസിക് സ്ലീവ് എന്ന് പറയുന്നത്, അല്ലെ? ഈ സ്ലീവിനെയാണ് നമ്മൾ എല്ലാ സ്ലീവുകളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്ലീവ് എന്ന് പറയുന്നത് പ്ലെയിൻ സ്ലീവ് ആണ്. പാറ്റേൺ മേക്കിങ്ങിൽ ആദ്യം നമ്മൾ ബേസിക് സ്ലീവിന്റെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് പഫ് സ്ലീവ്, ബിഷപ്പ് സ്ലീവ്, ബെൽ സ്ലീവ്, ലെഗോ മട്ടൺ സ്ലീവ്, ലാൻഡേൺ സ്ലീവ്സ് ഒക്കെ നമ്മൾ ഈ ബേസിക് സ്ലീവിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലെയിൻ സ്ലീവിനെ മദർ സ്ലീവ് എന്നും നമ്മൾ പറയാറുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ്, ബിഷപ്പ് സ്ലീവ് എന്ന് പറയുന്നത് എന്താണ്? താഴെ കഫ് ഭാഗത്ത് ഗാദറുകൾ ഉള്ള നീളമുള്ള ഒരു ഡെക്കറേറ്റീവ് സ്ലീവാണിത്. ബേസിക് സ്ലീവിൽ നിന്നാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പഫ് സ്ലീവ് മുകളിലോ താഴെയോ ഗ്യാദറുകൾ നൽകി ഒരു ഫുള്ളർ ആയിട്ടുള്ള ഒരു ടൈപ്പുള്ള സ്ലീവാണ്. ഇതും ബേസിക് സ്ലീവിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. റാഗ്ലൻ സ്ലീവാണ്. നെക്ക് ലൈനിൽ നിന്നും ഡയഗണൽ സീമുള്ള സ്ലീവാണ്. ഇത് ഇതുപോലെ ബേസിക് സ്ലീവ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഭാഗത്ത് പൂർണ്ണത വിതരണം ചെയ്യാനുള്ള അലങ്കാര രീതി ഏത്? ഒരു ഭാഗത്ത് പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഫുൾനെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡെക്കറേറ്റീവ് രീതി ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. പ്ലീറ്റ്, ഡാർട്ട്, ഗ്യാദേഴ്സ്, പ്ലാക്കറ്റ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഗ്യാദേഴ്സ് ആണ്, അല്ലേ? ഗ്യാദേഴ്സ് എന്ന് പറയുന്നത് ഫാബ്രിക്കിലെ അധിക ഭാഗം ചെറിയ ചെറിയ ചുളിവുകളായി ഒരു ഭാഗത്ത് കൂട്ടിച്ചേർത്ത് ഫുൾനെസ് വിതരണം ചെയ്യുന്ന, അല്ലെ ഫുൾനെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്യാദേഴ്സ് എന്ന് പറയുന്നത്. ഗ്യാദേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ വസ്ത്രങ്ങൾക്ക് എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഫുൾനെസ് ആണ് കിട്ടുന്നത്. ഫ്രോക്ക്, കിഡ്സ് ഗാർമെന്റ്സ്, ബ്ലൗസുകൾ, സ്ലീവ് ക്യാപ്പ്, വേസ്റ്റ് ലൈൻ, യോക്കിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ പ്ലീറ്റ്, ഫാബ്രിക് നമ്മളിങ്ങനെ ഓർഡറിൽ ഫോൾഡ് ചെയ്ത് തുന്നുന്ന രീതിയാണ്. ഇത് ഡെക്കറേറ്റീവ് പേർപ്പസ് ആണ്. അതുപോലെ തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള, നമ്മൾക്ക് ഫുൾനെസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലുള്ള എന്താണ് ഫുൾനെസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഡാർട്ട് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ അധിക ഭാഗം എടുത്തു മാറ്റുക, അല്ലെങ്കിൽ സപ്രഷൻ, അല്ലെ? അകത്തേക്ക് ഫോൾഡ് ചെയ്ത് നമ്മൾ ഫുൾനെസ് കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്, ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലാക്കറ്റ് എന്ന് പറയുന്നത് ബട്ടൺ, സിപ്പ് തുടങ്ങിയവ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. 124ാമത്തെ ക്വസ്റ്റ്യൻ, വളരെ ചെറുതായ ടക്ക് എന്താണ്? വളരെ ചെറുതായ ടക്ക് എന്താണ്? ഏതാണ്? പിൻടക്ക്. പിൻടക്ക് എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതും ചെറുതുമായ ടക്കാണ്. വെരി നാരോ ടക്ക്, അല്ലേ? ഫാബ്രിക് ചെറിയ അളവിൽ മടക്കി അതിനോട് വളരെ അടുത്തായി സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പിൻടക്ക്
കിട്ടുന്നത്. പിൻടെക്ക് പ്രധാനമായിട്ടും ഡെക്കറേറ്റീവ് പേർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വസ്ത്രത്തിന് ഒരു ടെക്സ്ചറും അല്ലെങ്കിൽ ഒരു ഭംഗിയും നൽകാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഷർട്ട്, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഫ്രോക്കുകൾ, ബ്ലൗസുകൾ, നൈറ്റികൾ, ലേഡീസ് ഗാർമെന്റ്സിലൊക്കെ നമ്മൾ പിൻടെക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻ പ്ലെയിൻ ടക്ക്, സാധാരണ വീതിയുള്ള ടക്കാണിത്. പിൻടെക്ക് പോലെ വളരെ ചെറുതല്ല അല്ലേ. ഷെൽ ടക്ക് എന്താണ്? ഡെക്കറേറ്റീവ് സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് ഷെൽ ആകൃതിയിലേക്ക് തയ്യാറാക്കുന്ന ഒരു ടക്കാണ്. ഇനി കോഡഡ് ഓർ പൈപ്ഡ് ടക്ക് എന്ന് പറഞ്ഞാൽ ടക്കിനുള്ളിൽ കോഡ് അല്ലെങ്കിൽ പൈപ്പിംഗ് ചേർത്ത് ഉയർന്ന രൂപത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ടക്കാണ്. 125ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റർലൂപ്പ് ചെയ്ത സ്റ്റിച്ച് അറിയപ്പെടുന്നത് എന്ത്? ഇന്റർലൂപ്പ് ചെയ്ത സ്റ്റിച്ച് അറിയപ്പെടുന്നത് എന്ത്? ഇന്റർലൂപ്പ്, ചെയിൻ സ്റ്റിച്ച് ആണ് ആൻസർ അല്ലേ. അതായത് ലൂപ്പുകൾ പരസ്പരം ഇന്റർലൂപ്പ് ചെയ്ത് രൂപപ്പെടുത്തുന്ന സ്റ്റിച്ച്. ഓരോ പുതിയ ലൂപ്പും അതിനു മുമ്പുള്ള ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ലൂപ്പുമായി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വരുന്നൊരു ഡിസൈനാണിത് അല്ലേ. ചെയിൻ സ്റ്റിച്ച് സാധാരണയായിട്ട് തയ്യൽ മെഷീനുകളിൽ, എംബ്രോയിഡറിയിൽ, റെഡിമെയ്ഡ് ഗാർമെന്റ് പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ്. എലാസ്റ്റിസിറ്റി, സ്ട്രെച്ചബിലിറ്റി അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഉള്ള ഒരു സ്റ്റിച്ച് ഏതെന്ന് ചോദിച്ചാലും ചെയിൻ സ്റ്റിച്ചാണ്. പക്ഷേ ലൂപ്പ് പൊട്ടിയാൽ എന്താണ്, ഈസി ആയിട്ട് അഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ലോക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ്. ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് 2 നൂലുകൾ പരസ്പരം ഇന്റർലോക്ക് ചെയ്ത് രൂപപ്പെടുന്ന സ്റ്റിച്ചാണ്. ഇന്റർലൂപ്പ് അല്ല, ഇന്റർലോക്ക്. നീഡിൽ ത്രെഡും ബോബിൻ ത്രെഡും ഇന്റർലോക്ക് ആയിട്ടുണ്ടാവുന്ന സ്റ്റിച്ചാണ് ലോക്ക് സ്റ്റിച്ച്. ഓവർലോക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിന്റെ അരിക് ഫിനിഷ് ചെയ്യാനും അഴിഞ്ഞു പോകുന്നത് തടയാനും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ഓവർലോക്ക്. ഫ്രഞ്ച് സീം എന്ന് പറഞ്ഞാൽ ഇതൊരു സീം ഫിനിഷിംഗ് രീതിയാണ്, അല്ലാണ്ട് സ്റ്റിച്ച് അല്ല. അപ്പോൾ നമ്മുടെ 5ാമത്തെ വീഡിയോ 1000 ക്വസ്റ്റ്യൻസ് PDF സെറ്റിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിലെ 5ാമത്തെ വീഡിയോ ആണിത്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ സെറ്റിന്റെ PDF മേടിക്കണം എന്ന് താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്ന രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ.